ഒരിക്കലും അനാവശ്യം പറയാൻ പാടില്ല. ഞാനിപ്പോ അടുത്ത് ഒരു ക്ലിപ്പ് കേട്ടു. നേരത്തെ ജഡ്ജി ആയിരുന്ന ഒരാള്, ആ ജഡ്ജി ഒരു വലിയ പണ്ഡിതനെ കേസ് കൊടുക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു ജഡ്ജി. ആ സമയത്ത് വളരെയേറെ മനപ്രയാസം ഉണ്ടായ ഒരാളാണ് ഞാൻ. എന്ന് മാത്രമല്ല, അങ്ങനെ ഒരു വലിയ ഒരു ഉസ്താദിനെ പ്രതി ചേർത്ത് ആ ജഡ്ജി വിധിച്ചപ്പോ ഇനി അതിന്റെ സ്റ്റേ വാങ്ങിയിട്ട് ഞാൻ തിരിച്ചു വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് സിറാജുൽ എന്ന് ഇറങ്ങിപ്പോയ ആളാണ്. അങ്ങനെ പോയിട്ട് വളരെയേറെ സങ്കടത്തോടുകൂടി ഞാൻ കുറേ സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. കുറേയേറെ വക്കീൽമാരൊക്കെ കണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാ. അന്ന് അങ്ങനെ ഒരു തൃശ്ശൂരിൽ ഇങ്ങനെ സങ്കടത്തോടുകൂടി ഡ്രൈവർ അബ്ദുറഹ്മാൻ ഉണ്ടെന്ന് എനിക്ക് തോന്നി. വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, ഒരു കോഫി ഷോപ്പിന്റെ മുമ്പിൽ സങ്കടത്തോടെ ഇരിക്കുകയാണ്. കാരണം ഒരു വക്കീലിനെ വിളിച്ചിട്ട് അയാളൊരു വിവരം കിട്ടായിട്ട് ഇങ്ങനെ സങ്കടത്തോടെ ഇരിക്കുകയാണ്. അപ്പൊ എനിക്ക് തോന്നി പുല്ലൂക്കർ ഉസ്താദിന്റെ പേരിൽ ഒരു ഫാത്തിഹ ഓതിയിട്ട് ദ്വാരക്കട്ടെ. അങ്ങനെ വണ്ടി കുത്തലിന്റെ ഉസ്താദിന്റെ പേരിൽ ഫാത്തിഹ ഓതി ദ്വാര. അങ്ങനെ പിന്നെ അൽഹംദുലില്ലാ വക്കീലിനെയൊക്കെ കണ്ട് പിന്നെ കുറെ സംഗതികളൊക്കെ ഉണ്ടായി, അതൊന്നും പറയുന്നില്ല. അങ്ങനെ അവസാനം ആ കോടതിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ ആ പ്രതി ചേർത്ത വിധി അതിനെ കോടതി എടുത്ത് വലിച്ചെറിഞ്ഞ് അദ്ദേഹത്തെ നിശിതമായി വിമർശിച്ചുകൊണ്ട് കോടതിയിലെ ജഡ്ജി തന്നെ, ഹൈക്കോടതി ജഡ്ജി തന്നെ വിധി പ്രഖ്യാപിച്ചു. അതിനെ സംബന്ധിച്ച് ഇപ്പോ റിട്ടയറായ ഈ ജഡ്ജി അതിനെ സംബന്ധിച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അയാള് ആ ഹൈക്കോടതി ജഡ്ജിനെ സംബന്ധിച്ച് പറയാണ്, അയാൾക്ക് എന്നോടെന്തോ വെറുപ്പുണ്ടാവും. സുബ്ഹാനല്ലാഹ്, ഹൈക്കോടതി ജഡ്ജിക്ക് ഇയാളോട് എന്തിനാ വെറുപ്പ്? രണ്ടാമത് പിന്നെ അയാൾ പറയാണ്, ചെറിയ വർഗീയത ഉണ്ടാവും അയാൾക്ക് എന്നാ തോന്നുന്നത്. ഞാൻ വിചാരിച്ചു ഇയാളെന്തൊരു പോയത്തക്കാരനാണ്. കാരണം ആ ജഡ്ജിക്ക് അയാളൊരു അമുസ്ലിമായ ജഡ്ജിയാണ്. ആ മുസ്ലിമിന് വർഗീയത ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ടത് കാന്തപുര ഉസ്താദിനോടല്ലേ ഉണ്ടാകേണ്ടത്. കാരണം ആയിരക്കണക്കിന് പള്ളി ഉണ്ടാക്കുന്നു, ആയിരക്കണക്കിന് മദ്രസ ഉണ്ടാക്കുന്നു, ആയിരക്കണക്കിന് യതീം കുട്ടികളെ പോറ്റുന്ന, ഒരുപാട് ആലിമീങ്ങളെ വളർത്തിയെടുക്കുന്ന, മുസ്ലിം സമുദായത്തിന് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പണ്ഡിതനോട് ആ ജഡ്ജിക്ക് യാതൊരു വർഗീയതയില്ല. പിന്നെ വേറൊരു ജഡ്ജിനോട് അയാൾക്ക് വർഗീയത. ഈ ജഡ്ജി ഒരു മൂത്രപ്പുരവും ഉണ്ടാക്കിയിട്ടില്ല, പിന്നെ അയാളോടാ വർഗീയത. അപ്പോ പറയുന്നതിനർത്ഥം